ഹലോ, സെറീൻ കുക്ക് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിൾ ബിരിയാണി. അപ്പോൾ കൂടുതൽ സംസാരിക്കുന്നില്ല, കുക്കിങ്ങിലോട്ട് പോവാം. നമുക്ക് ആദ്യം തന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 250 ഗ്രാം ചിക്കൻ ചെറിയ പീസസ് ആക്കിയിട്ട്, പിന്നെ ഉപ്പും മഞ്ഞളും കുറച്ച് ഗരം മസാലപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് ഇറക്കി വെച്ചതായിരുന്നു കേട്ടോ. അത് ഫ്രൈ ചെയ്തെടുക്കാം. നോൺ വെജ് കഴിക്കാത്തവരാണെങ്കിൽ ചിക്കൻ അവോയ്ഡ് ചെയ്താൽ മതി കേട്ടോ. ചിക്കൻ നിർബന്ധമില്ല, ചിക്കൻ ഇട്ടാൽ ഒരു ടേസ്റ്റ് ഉള്ളൂ. അത് കാരണം ഞാൻ ചിക്കൻ എടുത്തത്. അതായത് ചിക്കനെല്ലാം നല്ല ഫ്രൈ ആയിട്ടുണ്ട്. അത് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ അത് അടുത്തതും ഇട്ട് എല്ലാം ഫ്രൈ ആയി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കോരി മാറ്റാം കേട്ടോ. ഇനി അടുത്തത് ഇതേ എണ്ണയിൽ നമുക്ക് ഞാനൊരു 4 മുട്ട പുഴുങ്ങിയിട്ട് പകുതിയാക്കിയിട്ട് ഉപ്പും മഞ്ഞളും മുളക് പൊടി ഇട്ടിട്ട് മസാല തേച്ച് വെച്ചതാണ്. അത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അത് മുട്ടയെല്ലാം ഫ്രൈ ആയിട്ടുണ്ട്. അത് നമുക്ക് കോരി പ്ലേറ്റിലേക്ക് മാറ്റാം. ഇനി ഒരു മസാല തയ്യാറാക്കാം കേട്ടോ. അതിനുവേണ്ടി ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ ചൂടാവട്ടെ. അതായത് ഇതിലോട്ട് ഒരു 1/4 കപ്പ് നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. ഒരു 3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസ് സവാള കട്ട് ചെയ്തിട്ട് കൊടുക്കണ്ടേ. ഇതിൽ കുറച്ച് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ഇടാം കേട്ടോ. ഇതിലോട്ട് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഒരു 6 പച്ചമുളക് കട്ട് ചെയ്തത്. അധികം എരിവില്ലാത്ത പച്ചമുളക് കേട്ടോ ഇത്. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി. ഇതെല്ലാം ഇതിലോട്ട് ഇടണ്ടേ. ഇനി ഇതിലോട്ട് പിന്നെ പച്ചമണമെല്ലാം മാറിയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു വലിയ തക്കാളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കണ്ട. ഇതെല്ലാം ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് ഒരു മീഡിയം സൈസ് പൈനാപ്പിളായത് ഇത് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് പുതിന കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഒരു 1.5 ടേബിൾ സ്പൂൺ അളവിൽ തൈര് ഒഴിക്കുന്നുണ്ട്. ഇത്രയും തൈര് മതി ഇതിന്.
മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കണം. കുറച്ച് കാപ്സിക്കം കട്ട് ചെയ്തതുണ്ടായിരുന്നു, അതും ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറ് ദമ്മാക്കാൻ വെക്കാം കേട്ടോ. അതിനുവേണ്ടി ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലോട്ട് ചോറ് ആദ്യമേ വേവിച്ച് വെച്ചതാണ്. സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ നേരിയരി വേവിക്കണത്. വറുത്തതല്ല, വറുത്ത് വേവിച്ചിട്ടില്ല. സാധാരണ നമ്മൾ ചോറ് വെക്കണ പോലെ വെച്ചതാണ്. ഇതിൽ കുറച്ച് ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കി വെച്ച മസാല ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച മുട്ട വെച്ച് കൊടുക്കാം. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കണ്ടേ. ഇതിന്റെ മേലെ ചോറിട്ട് കൊടുക്കാം. ഇതിലോട്ട് കുറച്ച് ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിന്റെ മേലെ കട്ട് ചെയ്ത മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ചിട്ട് ദമ്മിനിടാം. ദമ്മ് നമ്മളെ ചോറ് വെന്തതാണ്, അതാണ് ഒരു 5 മിനിറ്റ് ഇട്ടാൽ മതി. അപ്പോൾ ദമ്മിനിട്ടിട്ട് 5 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നേ. നോക്കാം, ആയിട്ടുണ്ട്. പൈനാപ്പിൾ ബിരിയാണി റെഡിയായി. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണി റെഡിയായി. പൈനാപ്പിൾ ബിരിയാണി പ്ലസ് എഗ്ഗും കൂടി ചേർന്നിട്ടുണ്ട്. ഇതിൽ എഗ്ഗ് ഉണ്ട്, പിന്നെ കുറച്ച് ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് അതും ഉണ്ട്. നല്ല എല്ലാം കൂടി നല്ല കോമ്പിനേഷനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു.